നൊയമ്പുകാലം 2-ാം വാരം തിങ്കൾ. തിരുവചനം: നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനം. കൊറി ടെൻ ബൂം നെതർലൻഡിൽ ക്രിസ്തീയ പാരമ്പര്യത്തിൽ വളർന്ന ഒരു സഹോദരിയാണ്. അവർ ചെയ്ത നന്മ പ്രവൃത്തി നാസിപ്പട യഹൂദരെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു യഹൂദ കുടുംബത്തിന് സ്വന്തം വീട്ടിൽ അഭയം നൽകി. എന്നാൽ ഒരു ദിവസം ഇവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്കും സ്വന്തം സഹോദരിക്കും വലിയ പീഡനങ്ങളാണ് സഹിക്കേണ്ടി വന്നത്. പീഡനങ്ങളുടെ ഇടയിൽ ഇവരുടെ സഹോദരി മരിച്ചു. വർഷങ്ങൾക്ക് ശേഷം കൊറി ജർമ്മനിയിൽ വചനപ്രസംഗം നടത്തിയപ്പോൾ വിഷയം ക്ഷമിക്കുന്ന സ്നേഹം ആയിരുന്നു. വിചിന്തനത്തിന് ശേഷം തൻ്റെ മുമ്പിൽ വന്നു നിന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയും സഹോദരിയെയും നാസി ക്യാമ്പിൽ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗാർഡ് ആയിരുന്നു. അദ്ദേഹം മാപ്പ് ചോദിച്ചു. തന്നെയും തൻ്റെ സഹോദരിയെയും പീഡിപ്പിച്ച ആ മുഖം വീണ്ടും കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ പിടഞ്ഞു. കണ്ണടച്ച് കൊറി പ്രാർത്ഥിച്ചു. തുടർന്ന് അദ്ദേഹത്തോട് ക്ഷമിച്ചു. ക്ഷമിക്കുക എത്രമാത്രം പ്രയാസമായിരുന്നുവെന്ന് ഒരു വേദിയിൽ അവർ പങ്കുവച്ചു. അവർ പറഞ്ഞത്, കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹം ഒരു പ്രവാഹമായി തൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകി വന്നു എന്നാണ്. നാം നമ്മുടെ ബലഹീനതകളെ അതിജീവിക്കുവാനും ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുവാനും ക്രൂശിതനായ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.